കേരളത്തിൽ ക്രൂരത കൂടി വരുന്നു. പണ്ട് കള്ളുഷാപ്പിലായിരുന്നു കത്തിക്കുത്ത് നടന്നിരുന്നത്, കുടിയന്മാർ തമ്മിൽ. പക്ഷേ ഇപ്പോൾ കത്തിക്കുത്ത് നടക്കുന്നത് സ്കൂൾ കുട്ടികൾ തമ്മിൽ സ്കൂൾ ബസ്സിലൊക്കെയാണ്. അതുപോലെ കോളേജ് ക്യാമ്പസിലും കത്തിക്കുത്തും കൊലപാതകവും നടക്കുന്നു. അഭിമന്യുവിനെ മഹാരാജാസ് കോളേജിൻ്റെ ക്യാമ്പസിലാണ് കുത്തിക്കൊന്നത്. അതുപോലെ ക്ലാസ് റൂമിൽ കയറിയിട്ട് അധ്യാപകനെ വെട്ടിക്കൊല്ലും. ഈ കോഴിക്കോട് പണ്ട് നടന്നൊരു കാര്യമാണ്. ആംബുലൻസിൽ രോഗികളായിട്ട് പോയി കഴിഞ്ഞാൽ ആംബുലൻസ് തടഞ്ഞു നിർത്തി വടിയൊക്കെ ആയിട്ട് അതിനെ ആക്രമിച്ച് ആംബുലൻസ് നശിപ്പിക്കാൻ നോക്കും. ആംബുലൻസൊക്കെ തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ക്രൂരതയുണ്ടോ? അതുപോലെ ഒരു അധ്യാപകൻ എന്തെങ്കിലും ഒരു ശിക്ഷണ നടപടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എത്തിക്കലായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കണ്ടോളം തട്ടിക്കളയും എന്നുള്ള ഭീഷണി മുഴക്കുന്ന വെറും 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുള്ള ഒരു സമൂഹമായി നമ്മളുടെ കേരളം മാറിയിരിക്കുന്നു. എന്താണ് ഈ കേരളത്തിൽ ഇത്രയധികം അക്രമങ്ങൾ ഈ കൂടി വരുന്നത്? എല്ലാ ദിവസവും പിന്നെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നു, നമ്മുടെ ചെന്താമര എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ എണ്ണം ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും ആരും ഇവിടെ ഒരു കെയർ പോലും കൊടുക്കാത്തൊരു അവസ്ഥയാണ്. പ്രതിയെ പിടിച്ചു, ജയിലിലാക്കി, കൊല്ലപ്പെട്ടവർ കൊല്ലപ്പെട്ടു, നഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത്? പ്രധാനമായിട്ടും 5 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നമ്മളുടെ വിദ്യാഭ്യാസത്തിന് വഴിതെറ്റി. നമ്മുടെ മുഹമ്മദ് കോയ 1967 വിദ്യാഭ്യാസ മന്ത്രിയായി. അതിനുശേഷം അദ്ദേഹം 6 മന്ത്രിസഭയിൽ തുടർച്ചയായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയായി. അതിനുശേഷം നമ്മുടെ രംഗം വഴിതെറ്റി. ഇന്ന് നിയമസഭയിൽ അക്രമം കാണിച്ച, ലജ്ജയില്ലാത്ത അക്രമം കാണിച്ച, അത് ഞാൻ ചെയ്തില്ല എന്ന് കള്ളം പറയുന്ന ഒരു ആളെ മന്ത്രിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പം അക്രമത്തിന് സപ്പോർട്ട് ചെയ്യുന്ന, അക്രമം ചെയ്തു കഴിഞ്ഞാൽ അത് നിയമസഭയിൽ വരെ അക്രമം ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല, അയാളെ ആദരിക്കുന്ന, ആദരണീയനായ മന്ത്രിയാക്കുന്ന ഒരു ഭരണമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ അതും വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ മന്ത്രി ഉള്ളപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം വഴിതെറ്റിയല്ലാതെ നേരെ പോകത്തില്ലല്ലോ. അക്രമം കൂടി വരും. കാരണം അദ്ദേഹം അക്രമം കാണിക്കുന്ന ആളാണ്. അക്രമം കാണിച്ചിട്ട് ഞാൻ കാണിച്ചില്ല എന്ന് ലജ്ജയില്ലാതെ പറയുന്ന ആളാണ്. അപ്പോൾ അത് ഒന്നാമത്തെ കാരണം, നമ്മുടെ വിദ്യാഭ്യാസം വഴിതെറ്റിപ്പോയി എന്നുള്ളത്. അതുകൊണ്ടാണ് പല പേര് ഇങ്ങനെ ലഹരിയായിട്ടും അങ്ങനെ കത്തിക്കുത്തായിട്ടും അക്രമമായിട്ടും ഒക്കെ ഇങ്ങനെ നടക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു അക്രമം ചെയ്തു കഴിഞ്ഞാൽ ആ ആൾ എൻ്റെ ആളാണ് എന്ന് പറയാൻ ഇവിടെ ആളുകളുണ്ട്. അക്രമം ചെയ്ത ആൾ എൻ്റെ സംഘടനയിലെ ആളാണ്. എവിടെയെങ്കിലും 4 പേര് ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ അതിനിവിടെ സംഘടന ഉണ്ടാവുന്നു. എല്ലാവർക്കും ഏതെങ്കിലും സംഘടനയിൽ അംഗമാണ്. അപ്പോൾ എൻ്റെ സംഘടനയുള്ള ഒരാൾ ഒരു കത്തിക്കുത്തിപ്പെട്ടു അല്ലെങ്കിൽ ബലാത്സംഗത്തിൽപ്പെട്ടാലും എന്ത് കുറ്റകൃത്യത്തിൽ പെട്ട് കഴിഞ്ഞാലും അയാളെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ സംഘടന മുന്നിട്ടിറങ്ങും. അപ്പോൾ ഇവിടെയുള്ള ഏത് ക്രിമിനലിനെയും രക്ഷിക്കാൻ ഇവിടെ ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് ഏത് ക്രൈം ചെയ്യുന്നതിനും അക്രമം ചെയ്യുന്നതിനും ക്രൂരത ചെയ്യുന്നതിനും ഇവിടെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇവിടുത്തെ സംഘടനകൾ ഈ ക്രൂരതയ്ക്കും അക്രമത്തിനും എതിരല്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ ഇവിടുത്തെ സംഘടനകൾക്ക് പറ്റുന്നില്ല. അവരുടെ സംഘടനയിൽപ്പെട്ട അംഗങ്ങൾ എന്ത് ക്രൂരത കാണിച്ചാലും അതിന് സപ്പോർട്ട് ചെയ്യുകയും ആ ആളെ, അവരുടെ അംഗത്തിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നൊരവസ്ഥ നമുക്കിവിടെ ഉണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഒരു ലോക കേരളയോ അല്ലെങ്കിൽ ഒരു നവകേരള എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ കേരളം ഒട്ടാകെ ചുറ്റി നടന്നപ്പോഴത്തേക്കും ആ ബസ്സിൻ്റെ റോഡിൽ ഏതോ 2 കൂട്ടം ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിച്ചട്ടിയൊക്കെ വെച്ച് തലക്കടിച്ച് അക്രമം കാണിച്ചപ്പോഴത്തേക്കും മുഖ്യമന്ത്രി തന്നെ ന്യായീകരിച്ചു. ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് എവിടെ അക്രമം നടന്നു കഴിഞ്ഞാലും അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്നുള്ള ഒരു ലഘുത്വം, ഒരു വളരെ വളരെ സാമാന്യവൽക്കരിച്ച് ലാഘവത്തോടെ കാണുന്നൊരവസ്ഥയുണ്ട്. കാരണം ഇവിടുത്തെ പോലീസിൻ്റെ മന്ത്രിയായ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ ഒരു അക്രമം നടന്നിട്ട് ആ അക്രമത്തെ പിന്തുണച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ അക്രമത്തെ സപ്പോർട്ട് ചെയ്താൽ, പിന്തുണച്ചാൽ പിന്നെ ആ സംസ്ഥാനത്ത് പിന്നെ അക്രമങ്ങളുടെ പരമ്പരയല്ലാതെ സമാധാനവും
അങ്ങനത്തെ ഒരു മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പറഞ്ഞതുപോലെയോ അല്ലെ അങ്ങനെയൊന്നും ഇവിടെ നടക്കില്ലല്ലോ. അപ്പോൾ അക്രമത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ 51 വെട്ടുവെട്ടിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഒരാൾ പോയപ്പോഴത്തേക്കും ഒരു പ്രതികാരം കാണിച്ചത്. 51 വെട്ടുവെട്ടി. അത് ക്രൂരതയുടെ അങ്ങേയറ്റമാണ്. ഒരു പാർട്ടിയിൽ നേതാവായിരുന്ന ഒരാൾ ആ പാർട്ടി വിട്ട് ഏത് പാർട്ടിയിൽ വിശ്വസിക്കണം, ഏത് പാർട്ടി പ്രവർത്തിക്കണം എന്നുള്ള ഈ രാജ്യത്ത് ആരുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ പോലും കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, അന്ന് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, അന്ന് അദ്ദേഹം അതിൻ്റെ സെക്രട്ടറിയോ മറ്റുമായിരുന്നു, അദ്ദേഹം നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ ആ വ്യക്തിയെ 51 വെട്ടുവെട്ടിയാണ് കൊന്നത്. എന്നിട്ട് ആ 51 വെട്ടുവെട്ടി കൊന്ന ആളുകളുടെ ആ പ്രതികളെയൊക്കെ സന്ദർശിക്കാൻ വേണ്ടി വലിയ വലിയ ആളുകൾ അവർ താമസിക്കുന്ന ജയിലിലൊക്കെ പോയ അവസ്ഥയൊക്കെ, ജയിലിൽ പോയി സന്ദർശിക്കുന്ന അവസ്ഥയൊക്കെ നമ്മുടെ ഉണ്ട്. അപ്പം ക്രൂരമായിട്ട് ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ വെട്ടിക്കൊലപ്പെടുത്തും. അത് ക്രൂരത കാണിച്ചതിൻ്റെ ഉദ്ദേശം ഇനി ആരും ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകരുത്, ആ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ 51 വെട്ടുവെട്ടി പിണറായി വിജയന് നേതൃത്വം കൊടുത്തിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തത്. ക്രൂരതയുടെ അങ്ങേയറ്റമായിരുന്നു. എന്നിട്ട് ആ കൊന്ന ആളുകളെ ജയിലിൽ പോയി സന്ദർശിക്കുന്ന ഒരവസ്ഥ വരെ ഇവിടെ കേരളത്തിലുണ്ടായി. അപ്പോൾ ക്രൂരത എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രൂരത സമൂഹത്തിൽ, കാരണം ആ രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നവരല്ല അതിൻ്റെ പിന്തുണയ്ക്കുന്നവർ, അവർ ഇതൊക്കെ ഒരു വാ തുറക്കാതെ ഇതിനൊക്കെതിരെ ഇരിക്കണമല്ലോ, എന്നാലല്ലേ അവർക്ക് അതിൻ്റെ തിരിക്കാൻ പറ്റുള്ളൂ. എന്ത് അക്രമം കാണിച്ചു കഴിഞ്ഞാൽ വാ തുറക്കാൻ പറ്റത്തില്ല. വാ തുറന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ ഈ 51 വെട്ട് കിട്ടുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പേടിപ്പിച്ച് ഒരു സമൂഹത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരവസ്ഥയുണ്ടായി. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കേരളം ഗാസയിൽ അവിടെ കുറേ ആളുകൾ അടുത്ത അയൽ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ആളുകളെ തട്ടിക്കൊണ്ടുവരികയും അവരെ ബലാത്സംഗം ചെയ്യുകയും അവരെ കൊല്ലുകയും ആക്രമിക്കുകയും ഒക്കെ വേറെ രാജ്യത്ത് പോയിട്ട് ചെയ്തിട്ട് ആ ആൾക്കാരെ പിന്തുണയ്ക്കുന്ന, അക്രമത്തെ പിന്തുണയ്ക്കുന്ന, ക്രൂരതയെ പിന്തുണയ്ക്കുന്ന, കുറ്റകൃത്യത്തെ പിന്തുണയ്ക്കുന്ന, തട്ടിക്കൊണ്ടുപോകലിനെ പിന്തുണയ്ക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളം മാറി. ഗാസയിലെ ആ ഒരു അക്രമ കാര്യങ്ങൾക്ക് പിന്തുണയുമായിട്ട് ഇവിടെ സെമിനാർ നടന്നു. ഇവിടെ ലോക കേരള സഭയിൽ ഇവിടെ പ്രമേയം പാസാക്കി. അന്ന് ഒരു കഫിയെ മുഖ്യമന്ത്രിക്ക് സമ്മാനമായിട്ട് നൽകി. ഇവിടുത്തെ സ്പീക്കർക്ക് ഒരു പലസ്തീൻ പതാക നൽകി. ലോക കേരള സഭയിൽ പ്രമേയം പാസാക്കിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഫിയെ നൽകി, അതുപോലെ സ്പീക്കർക്ക് പതാക നൽകി. അപ്പോൾ അക്രമം നടത്തുന്ന, അത് വേറൊരു രാജ്യത്ത് അക്രമം നടക്കുന്ന ആ ആൾക്കാരെ പിന്തുണയ്ക്കുന്ന ഒരു മനോഭാവം നമ്മളുടെ സമൂഹത്തിൽ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ അക്രമമല്ലാതെ പിന്നെ എന്താ ഉണ്ടാവുക? കാരണം അക്രമം നടത്തുന്നത് കുഴപ്പമില്ല, തട്ടിക്കൊണ്ടുപോകൽ കുഴപ്പമില്ല, കൊല്ലുന്നത് കുഴപ്പമില്ല, ബലാത്സംഗം ചെയ്യുന്നത് കുഴപ്പമില്ല. ഗാസയിലായിരിക്കാം, നമ്മളിവിടെ ലോകത്ത് എവിടെയാണെങ്കിലും മനുഷ്യത്വം, നമ്മളുടെ മനുഷ്യത്വം, മാനവികത എന്നൊക്കെ പറയുന്നൊരു പാർട്ടിയുടെ നേതാക്കളാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ഇവർ വെറും കള്ളത്തരമല്ല ഇവരുടെ മാനവികതയും മനുഷ്യത്വം എന്ന് പറഞ്ഞ് വെറുതെ പ്രസംഗിച്ച് നടക്കുന്നത്. അതേസമയം അവർ കാണിക്കുന്നത് എന്താണ്? എവിടെ അക്രമമുണ്ടോ അതിനെ പിന്തുണയ്ക്കുക, എവിടെ തട്ടിക്കൊണ്ടുപോകലുണ്ട്, ബലാത്സംഗമുണ്ടോ, കൊലപാതകമുണ്ടോ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു ക്രൂരന്മാരല്ലേ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ പ്രമേയം പാസ്സാക്കി സപ്പോർട്ട് ചെയ്യുന്ന. അങ്ങനെ പിന്തുണയ്ക്കുന്ന ഒരു സമൂഹത്തിൽ അക്രമം തീർച്ചയായിട്ടും കൂടും. ഇനി അടുത്ത 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കേരളത്തിൽ സ്ഥാനമാനങ്ങൾ ആർക്കാണ് കിട്ടുക? സ്ഥാനമാനങ്ങൾ, അവാർഡുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അക്രമത്തിനെതിരെ വാതുറക്കാത്തവർക്ക്. അക്രമത്തിനെതിരെ വാതുറന്നു കഴിഞ്ഞാൽ അവനിവിടെ ഒരു VC ആവില്ല, വൈസ് ചാൻസലർ ആവില്ല, ഇവിടെ ഒരു പ്രിൻസിപ്പൾ ആവില്ല, ഇവിടെ ഒരു കോർപ്പറേഷൻ്റെ ബോർഡിൻ്റെയോ ചെയർമാനോ അല്ലെങ്കിൽ MD അങ്ങനെയൊന്നും ആവില്ല, അവാർഡ് കിട്ടത്തില്ല. അപ്പോൾ അക്രമം കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ മിണ്ടാതിരുന്നോണം. മിണ്ടിയാൽ രക്ഷയില്ല, നിന്നെ ഒതുക്കും, നിനക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടത്തില്ല, സ്ഥാനമാനങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഒരു സമൂഹം എന്തിനെയാണോ റിവാർഡ് ചെയ്യുന്നത്, അവാർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഒരു പരിപോഷിപ്പിക്കുന്നത്, ആ സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ ആർക്കൊക്കെയാണ് കിട്ടുന്നത് എന്നനുസരിച്ചിരിക്കും ആ സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നുള്ളത്. ഇവിടെ അക്രമത്തിനെതിരെ വാതുറക്കുന്നവരെ തീർച്ചയായിട്ടും അവരെ ഈ സമൂഹം മുന്നോട്ട് പോകാൻ സമ്മതിക്കത്തില്ല, അവരെ ഒതുക്കും. അതേസമയം അക്രമം കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതെ കണ്ണുമടച്ചിരിക്കുന്ന, വാതുറക്കാത്ത നമ്മുടെ കുറേ അങ്ങനത്തെ കക്ഷികൾക്കൊക്കെ അവാർഡ് കിട്ടും, അവർക്ക് ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകാൻ. നമ്മളിവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹം അക്രമം കാണിച്ച ആളാണ്, പരസ്യമായിട്ട് നിയമസഭയിൽ അക്രമം കാണിച്ച ആൾ, അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഒരു സമൂഹം, നമ്മുടെ കേരള സമൂഹം ആർക്കാണ് സ്ഥാനമാനങ്ങൾ നൽകുന്നത്? അപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസത്തിന് വഴിതെറ്റി, അതുപോലെ
എന്ത് അക്രമം കാണിച്ചു കഴിഞ്ഞാലും അയാളെ സംരക്ഷിക്കാൻ ഇവിടെ സംഘടനകളും ആളുകളും ഉണ്ട് എന്നുള്ള രണ്ടാമത്തെ കാര്യം. 3, രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഈ ജീവൻ രക്ഷാ പ്രവർത്തനമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്തുണ നൽകുന്ന 51 വെട്ടുവരെ വെട്ടുന്ന ക്രൂരത കാണിക്കുന്ന ഒരു സമൂഹം. അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ എവിടെ ക്രൂരത നടന്നു കഴിഞ്ഞാലും അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സമൂഹം. അതുപോലെ സ്ഥാനമാനങ്ങൾ നൽകുന്നത് ക്രൂരതയ്ക്കെതിരെ ശബ്ദിക്കാത്തവർക്കും മിണ്ടാത്തവർക്കുമെതിരെ. അങ്ങനെ ഈ 5 കാര്യങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ ക്രൂരതയും അക്രമവും ഓരോ ദിവസവും നമ്മൾ കൂടുതൽ കാണേണ്ടി വരുന്നത്.